ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ സി കെ സുനിൽകുമാർ എ.ഒ, വയലാർ അനുസ്മരണ സന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ വി കെ സുരേഷ് ബാബു, മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, തൂലിക പടവാളാക്കിയ മഹാപ്രതിഭയുടെ സ്മരണാഞ്ജലിയാണ് ഇന്നിവിടെ നടക്കുന്നത്. മലയാള കാവ്യലോകത്തെ നിലയ്ക്കാത്ത മണിനാഥമായിരുന്നു വയലാർ. മലയാള സാഹിത്യ ലോകത്തെ പ്രതിഭാതനായ കവിയും നിരവധി ജനപ്രിയ ചലച്ചിത്ര നാടക ഗാനങ്ങളുടെ രചയിതാവുമാണ് വയലാർ എന്ന പേരിൽ അറിയപ്പെടുന്ന വയലാർ രാമവർമ്മ. അനന്തവിസ്തൃതമായ പ്രപഞ്ചത്തിലെ ഒരു ജീവിവർഗമായ മനുഷ്യൻ്റെ അസാധാരണമായ ശക്തിമഹത്വങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെ പാടിയ കവിയാണ് വയലാർ രാമവർമ്മ. മനുഷ്യവംശം വിശ്വവിജയം നേടിയത് അവൻ്റെ ഉള്ളിൽ ആദിമകാലം മുതൽ ജ്വലിച്ചു എന്ന അജയ്യമായ സർഗശേഷിയാലാണെന്ന് തൻ്റെ കാവ്യങ്ങളിലൂടെ അദ്ദേഹം ഉദ്ഘോഷിക്കുന്നു. അശ്വമേധം എന്ന കവിത ഇതിനുദാഹരണമാണ്. നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രിയും സ്നേഹിക്കാൻ കഴിയില്ല എന്ന തൻ്റെ കാവ്യജീവിത തത്വശാസ്ത്രം ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ വയലാർ രാമവർമ്മയെ തൂലിക പടവാളാക്കിയ കവിയെന്നാണ് കാവ്യാസ്വാദകരും നിരൂപകരും വിളിച്ചത്. കവിതയെ സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ഉപാധിയായാണ് അദ്ദേഹം കണ്ടത്. മനുഷ്യൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങളാണ് അദ്ദേഹം കവിതയ്ക്ക് വിഷയമാക്കിയത്. മനുഷ്യൻ്റെ അജയ്യതയിലും അധ്വാന ശക്തിയിലും വിശ്വസിച്ചു. അവനെ അലസനും ഭീരുവും നിഷ്ക്രിയനുമാക്കുന്ന എല്ലാ തത്വശാസ്ത്രങ്ങൾക്കും വയലാർ എതിരായിരുന്നു. ദൈവത്തേക്കാൾ മനുഷ്യനെ സ്നേഹിച്ച കവിയെന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. ഭക്തിയും ഈശ്വര ഭജനയും നിറയുന്ന വരികളുള്ള ഒട്ടനവധി കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നാൽ എല്ലാറ്റിനുമുപരിയായി മനുഷ്യനെയാണ് അദ്ദേഹം സദാ ഉയർത്തിക്കാട്ടിയത്. വയലാർ ഗാനങ്ങളുടെ ഈരടികളും ശീലുകളും കേൾക്കാതെ മലയാളി ഒരു ദിവസവും പിന്നിടുന്നില്ല. 1400ഓളം ഗാനങ്ങൾ സിനിമയിൽ, നാടകങ്ങളിൽ ഏതാണ്ട് 200-ലേറെ പാട്ടുകൾ, അനേകം കവിതകളിലും പാട്ടുകളിലും അദ്ദേഹം എഴുതിവെച്ച മനോഹരമായ വൈകാരിക ചിത്രങ്ങൾ നമ്മൾ ഇന്നും ആസ്വദിക്കുന്നു. ഗാനരചനയ്ക്കുള്ള ദേശീയ പുരസ്കാരമടക്കമുള്ള നിരവധി അവാർഡുകൾ നേടിയ കവിയാണ് വയലാർ. ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയുന്നത് പോലെ മാധുര്യമൂർന്ന നിരവധി ഗാനങ്ങൾ കൊണ്ട് ഗാനാസ്വാദകരുടെ മനസ്സിനെ വിരുന്നുട്ടി. നാടകഗാനങ്ങളും സിനിമാ ഗാനങ്ങളും എഴുതി മലയാള നാടക ഗാനരംഗത്തും ചലച്ചിത്ര ഗാനരംഗത്തും ഗാനസമൃദ്ധിയുടെ നിറവൊരുക്കിയ കവിയാണ് വയലാർ. അകാലത്തിൽ പൊളിഞ്ഞുപോയ കവിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഈ ഗ്രൂപ്പിൽ ഇത്തരമൊരു അനുസ്മരണ പരിപാടി ഒരുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഈ അനുസ്മരണ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട എ.യു സാറാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ വി കെ സുരേഷ് ബാബുവാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുന്ന ഡയറ്റ് ഫാക്കൽറ്റി ശ്രീ പ്രദീപ് കുമാർ സാറിനെയും BPC അബ്ദുൾ മുനീർ സാറിനെയും ജില്ലാ അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർ സുന്ദരേഷ് സാറിനെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയുന്ന അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർ സി കെ സുരേഷ് ബാബു സാറിനെയും സ്വാഗതം ചെയ്യുകയാണ്. ഗാനാർച്ചന ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് എ.ഒ സാറിനെ ക്ഷണിക്കുന്നു. പാനൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ വയലാർ സ്മൃതി സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട വി കെ സുരേഷ് ബാബു മാഷ്, ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്ന ഡയറ്റ് സീനിയർ ലെക്ചറർ പ്രദീപം മാഷ്, BPC മുനീർ മാഷ്, വിദ്യാരംഗം ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സുന്ദരേശൻ മാഷ്, ഉപജില്ലാ കോർഡിനേറ്റർ സുനലൻ മാഷ്, ഈ കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട മറ്റ് അംഗങ്ങളെ, മലയാള കാവ്യലോകത്ത് അശ്വമേധം നടത്തി പച്ചമണ്ണിൻ മനുഷ്യത്വത്തെ പ്രഘോഷിച്ചും നോവും ആത്മാവിനെ സ്നേഹിക്കുന്ന തത്വശാസ്ത്രത്തെ മുറുകെ പിടിച്ചും സർഗസംഗീതം പെയ്ത് 47-ാം വയസ്സിൽ ഈ മനോഹര തീരത്തോട് വിട പറഞ്ഞ വയലാർ രാമവർമ്മയുടെ ജ്വലിക്കുന്ന ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം. പാട്ടും പറച്ചിലും കരതലാമലകമായി പരിപാലിക്കുന്ന വി കെ സുരേഷ് ബാബു മാഷ് ഈ പരിപാടിയെക്കുറിച്ച്
ആഴത്തിൽ സംസാരിക്കാൻ നമുക്കൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മുടെ ഉപജില്ലാ വിദ്യാരംഗം കവിതയുടെ വിവിധ തലങ്ങളിലൂടെ നമ്മുടെ വിദ്യാർത്ഥികളുടെ കൈപിടിച്ച് നടക്കുകയായിരുന്നു. പാലക്കാട് നാരായണൻ മാഷും പ്രേമാനന്ദ ചമ്പാടും അനിത ടീച്ചറും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് പുതിയ കാവ്യവാതായനങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ടേയിരുന്നു. ഇന്നത്തെ വയലാർ അനുസ്മരണ സന്ധ്യയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഗാനാർച്ചനകൾക്കായി നമുക്കൊപ്പമുണ്ട്. സന്തോഷം. വിദ്യാരംഗം പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും വിശിഷ്ടാതിഥികൾക്കും സ്നേഹവും സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സുരേഷ് ബാബു മാഷെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ വയലാർ അനുസ്മരണ സന്ധ്യയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. മലയാളിയുടെ മനസ്സിൽ കൽപ്പാന്തകാലത്തോളം ഇടം നേടിയ നമുക്കെല്ലാം പ്രിയപ്പെട്ട കവിയും ഗാനരചയിതാവുമാണ് അകാലത്തിൽ പൊലിഞ്ഞുപോയ ശ്രീ വയലാർ രാമവർമ്മ. സന്ധ്യകളും സ്വപ്നങ്ങളും കാമുക ഹൃദയങ്ങളും ഈ ഭൂമിയുടേത് മാത്രമാണെന്നും ഇനിയൊരു ജന്മം കൂടി ഇവിടെ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിച്ചു പോയ അനുഗ്രഹീത കലാകാരനാണ് ശ്രീ വയലാർ. അദ്ദേഹം കവിതയെ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും സിനിമാ ഗാനങ്ങൾ കാവ്യസുന്ദരമാക്കുകയും ചെയ്തു. ഏതാനും ചില രചനകൾ കൊണ്ടുതന്നെ മലയാളത്തിലെ ആധുനിക കവികളിൽ പ്രമുഖ സ്ഥാനം നേടാൻ അദ്ദേഹത്തിനായി. ഉറക്കുപാട്ടല്ല, ഉണർവിൻ്റെ സംഗീതമാണ് കവിത എന്ന് വിളംബരം ചെയ്യുന്നവയാണ് വയലാർ കവിതകൾ. മങ്ങിയ ഓർമ്മകളിൽ എന്നും നിറഞ്ഞുകത്തുന്ന അച്ഛൻ്റെ സാന്നിധ്യം ആത്മാവിൽ ഒരു ചിത എന്ന കവിതയിലൂടെ നമ്മൾ അറിയുമ്പോൾ ആരുടെയും മനസ്സ് നൊമ്പരപ്പെട്ടു പോകും. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന വരികൾ താനെന്നും നിശ്വൻ്റെ കൂടെയാണെന്ന് ഉച്ചൈസ്തരം വിളിച്ചു പറയുന്നു. അതേസമയം തൂലിക പടവാളാക്കിയ കവി വാളല്ലൻ സമരായുധം ജണധ്വാനം മുഴക്കിയിടുവാനാളല്ലൻ, കരവാള് വിറ്റൊരു മണി പൊൻവീണ വാങ്ങിച്ചു ഞാൻ എന്നു പാടുന്ന കവി എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും മുകളിൽ മാനവ സ്നേഹത്തെ പ്രതിഷ്ഠിക്കുന്നു. ഈശ്വരനല്ല, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ എന്നും അശ്വമേധം എന്ന കവിതയിൽ അദ്ദേഹം പാടുന്നു. മലയാള നാടകങ്ങളിലും സിനിമയിലും ഒരു കാലഘട്ടത്തിൻ്റെ കാവ്യശബ്ദമായിരുന്നു വയലാറും പി ഭാസ്കരനും ONV-യും. 3 പേരും ഇന്നില്ല. കാലാതിവർത്തിയായ ഗാനങ്ങൾ ഇവരുടെ തൂലികകളിലൂടെ പിറന്നു വീണിട്ടുണ്ട്. ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിഞ്ഞ ചക്രവർത്തികുമാരനും പാദസരങ്ങൾ കിലുക്കിയൊഴുകിയ ആലുവാപ്പുഴയിലെ ഓളവും തീരവും ആലിംഗനത്തിൽ മുഴുകിയതും എന്നെങ്കിലും നമുക്ക് മറക്കാൻ കഴിയുമോ? പുഴയും കായലും മലകളും കടലും തുടങ്ങി തനിക്ക് ചുറ്റുമുള്ള എല്ലാറ്റിനെയും കവി ഉദാത്തമായി കണ്ടു. സ്വർഗകുമാരികളായ സ്വപ്നങ്ങളില്ലെങ്കിൽ ശൂന്യമാകുന്നതാണ് ഈ ലോകമെന്നും കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പുതുതലമുറ വയലാറിനെ കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. പ്രകൃതിയെയും മനുഷ്യ മനസ്സിനെയും ആഴത്തിൽ അറിയണമെങ്കിൽ കവിയുടെ വരികളിലൂടെ ഒഴുകിയാൽ മതി. ഈ ഭൂമിയിൽ തന്നെ ഗന്ധർവലോകം ദർശിക്കാനാവും. ഒരിക്കൽ കൂടി ഈ കാവ്യസന്ധ്യയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. പ്രിയപ്പെട്ടവരെ, വിദ്യാരംഗം കലാസാഹിത്യവേദി പാനൂർ സംഘടിപ്പിക്കുന്ന വയലാർ അനുസ്മരണ സന്ധ്യ എന്ന ഈ പരിപാടിയുടെ അധ്യക്ഷൻ ആദരണീയനായ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ CK സുനിൽകുമാർ സർ, ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട VK സുരേഷ് ബാബു സർ, സ്നേഹം നിറഞ്ഞ
അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, എനിക്ക് മരണമില്ലെന്ന് പാടിയ മലയാളത്തിൻ്റെ അനശ്വര കവി, മലയാളിയുടെ സമസ്ത ഹൃദയവികാരങ്ങൾക്കും കാവ്യാവിഷ്കാരം നൽകിയ വയലാറിൻ്റെ അനശ്വര ഗാനങ്ങളും കവിതകളും നാം എക്കാലത്തും നെഞ്ചിലേറ്റുന്നവരാണ്. പ്രണയവും വിപ്ലവവും കണ്ണീരും കിനാവും വിരഹവും വിഹ്വലതയുമെല്ലാം മലയാളി മനസ്സുകൾക്ക് അനുഭവഭേദ്യമാക്കി അദ്ദേഹം. വയലാറിൻ്റെ കവിതകളും ഗാനങ്ങളും പച്ച മനുഷ്യൻ്റെ വിചാരങ്ങളുടെ സർഗാത്മകമായ ആവിഷ്കാരമായി മാറിയതും നമുക്ക് കാണാൻ കഴിയും. സ്ത്രീയുടെ മോചനം ആർത്തിക സമത്വത്തിലൂടെ മാത്രമേ സാക്ഷാത്കരിക്കാനാവൂ എന്ന് ആയിഷ എന്ന തൻ്റെ ഖണ്ഡകാവ്യത്തിലൂടെ ലോകത്തെ കേൾപ്പിക്കാനും വയലാർ എന്ന മഹാകവി മറന്നില്ല. മർദ്ദിതരുടെയും പീഡിതരുടെയും വിമോചന സ്വപ്നങ്ങളായിരുന്നു തൂലിക പടവാളാക്കിയ ഈ പ്രിയപ്പെട്ട കവിയെ നയിച്ചിരുന്നത്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന വയലാറിൻ്റെ പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ മാനവദർശനവും കാവ്യദർശനവുമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന് 3.5 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ വെള്ളാരപ്പള്ളി കേരളവർമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞത്. മരണമെന്തെന്ന് തിരിച്ചറിയാനാവാത്ത പ്രായത്തിലെ മുഹൂർത്തങ്ങളാണ് പിന്നീട് ആത്മാവിലൊരു ചിത എന്ന തൻ്റെ കവിതയുടെ നാമ്പായി പൊട്ടിമുളച്ചത്. ആ കവിതയിലെ 2 വരികൾ: അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലുമന്നു നിശബ്ദമായി, വന്നവർ 4 കെട്ടിൽ തങ്ങി നിന്നുപോയി ഞാൻ നിഴലുകൾ മാതിരി, ഇത്തിരി ചാണകം തേച്ച വെറും നിലത്തച്ഛനുറങ്ങാൻ കിടന്നതെന്തിങ്ങനെ, വീടിനകത്തു കരഞ്ഞു തളർന്നമ്മ, വീണുപോയി നേരം വെളുത്ത നേരം മുതൽ, വാരിയെടുത്തെന്നെയുമ്മ വച്ചമ്മയൊന്നോരോന്നു ചൊല്ലിക്കരഞ്ഞതോർക്കുന്നു ഞാൻ, നൊമ്പരം കൊണ്ടു വിതുമ്പി ഞാനൻ കളിപ്പമ്പരം കാണാതിരുന്നതു കാരണം. പ്രിയപ്പെട്ടവരെ, എല്ലാവിധ ആശംസകളും ഈ യോഗത്തിന് അർപ്പിച്ചുകൊണ്ടും മഹാകവിക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ജയ് ഹിന്ദ്. രംഗം വയലാർ അനുസ്മരണ പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷൻ VK സുരേഷ് ബാബു സാർ, യോഗാധ്യക്ഷൻ AEO സുനിൽകുമാർ സാർ, ഡയറ്റ് ഫാക്കൽറ്റി പ്രദീപ് കുമാർ സാർ, BPC അബ്ദുൾ മുനീർ സാർ, കോർഡിനേറ്റർ സുനലൻ മാഷ്, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, വിദ്യാരംഗം പാനൂർ ഉപജില്ലയുടെ വയലാർ അനുസ്മരണ സന്ധ്യ വ്യത്യസ്ത അനുഭവമാർന്ന പരിപാടിയായി മാറുന്ന അണിയറ പ്രവർത്തകരെ അഭിനന്ദനം അറിയിക്കട്ടെ. അനശ്വരനും ആരാധ്യനുമായി തീർന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയാണ് വയലാർ. 1940കളുടെ 2ാം പകുതിയോടെ
തൻ്റെ യൗവനാരംഭത്തിൽ തന്നെ കേരളക്കരയുടെ കാവ്യ നഭസിൽ മിന്നിയുയർന്ന നക്ഷത്രമായി കഴിഞ്ഞിരുന്നു വയലാർ രാമവർമ്മ. 50കളുടെ പൂർവാർദ്ധമാകുമ്പോഴേക്ക് വയലാറിൻ്റെ പ്രസിദ്ധ കൃതിയായ ആയിഷ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കാവ്യ സൃഷ്ടികൾ, സമാഹാരങ്ങൾ പലതും പ്രസിദ്ധീകൃതങ്ങളാവുകയും അവയ്ക്ക് മലയാള മണ്ണിൽ പ്രചുരപ്രചാരം സിദ്ധിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം ഇതേ സമയം മലയാള നാടക സമിതിക്കു വേണ്ടി അദ്ദേഹം ഗാനരചനയും നിർവഹിച്ചു തുടങ്ങി. 1956 കൂടപ്പിറപ്പ് എന്ന ചലച്ചിത്രത്തിനു വേണ്ടി പാട്ടുകൾ എഴുതിക്കൊണ്ടാണ് വയലാർ സിനിമയിലെത്തുന്നത്. മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ഭാഗ്യോദയം ഇവിടെ തുടങ്ങുന്നു എന്നു പറയാം. 1954 രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത നീലക്കുയിൽ എന്ന ചലച്ചിത്ര ഗാനത്തിലൂടെയാണ് സംഗീതവും സാഹിത്യവും നാടോടി ശീലുകളും ഒത്തിണങ്ങിയ മലയാള തനിമയുള്ള ചലച്ചിത്ര ഗാനങ്ങൾ നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത്. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, ഈ മനോഹര തീരത്തു ജീവിച്ചു കൊതി തീരാത്ത ഈ മണ്ണിനെയും ഇവിടുത്തെ മനുഷ്യരെയും അത്രമാത്രം സ്നേഹിച്ച ആർദ്രഹൃദയനായ കവിയായിരുന്നു വയലാർ. മനുഷ്യൻ്റെയും മണ്ണിൻ്റെയും കവിയാണ് അദ്ദേഹം. ഇവയാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. തീക്ഷ്ണമായ ഈ ബന്ധത്തിൻ്റെ തീവ്രമായ ആവിഷ്കാരമാണ് സാമൂഹിക ബോധമുള്ള എഴുത്തുകാരൻ്റെ രചനകൾ. ശാസ്ത്രബോധം വയലാറിൻ്റെ കവിതകളുടെ മറ്റൊരു ശക്തിയാണ്. ശാസ്ത്രീയ നേട്ടങ്ങളെ അവയുടെ തികവിലും പ്രയോജനപരതയിലും വയലാർ ഉൾക്കൊണ്ടിരുന്നു. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇതത്രേ കവിയുടെ ജീവിത തത്വശാസ്ത്രം. മൗനത്തെ മഹാശബ്ദമാക്കുവാൻ, നിശ്ചല ധ്യാനത്തെ ചലനമായി ശക്തിയായി ഉണർത്തുവാൻ എന്ന് എൻ്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത് എന്ന കവിതയിൽ വയലാർ പറയുന്നത് കവിതയിലായാലും ഗാനങ്ങളിലായാലും ശുദ്ധ സൗന്ദര്യത്തിൻ്റെ വർണ്ണ രേണുക്കൾക്കൊപ്പം മനുഷ്യസ്നേഹത്തിൻ്റെ പരാഗരേണുക്കൾ കൂടി അനുഭവവേദ്യമാക്കണമെന്നുള്ളത് ഈ കവിക്ക് നിർബന്ധമുള്ള വിഷയമായിരുന്നു. വേദേതിഹാസങ്ങളിൽ മാനുഷിക മൂല്യങ്ങളുടെ നിത്യവെളിച്ചം കണ്ടെത്താനാണ് വയലാറിനു താൽപ്പര്യം. ഇതിഹാസ കഥാപാത്രങ്ങൾ വയലാറിൻ്റെ കാവ്യഭാവനയിൽ പുതിയ ജീവിതബോധം സൃഷ്ടിക്കുന്നു. രാവണപുത്രിയും കുചേലൻ കുഞ്ഞൻ നായർ തുടങ്ങിയവയും ഉദാഹരണങ്ങളാണ്. മാനസമൈനേ വരൂ, മധുരം കിള്ളിത്തരൂ, സംഗീതം കൊണ്ടും രചനാഗുണം കൊണ്ടും അനശ്വരമാക്കിയ ചെമ്മീനിലെ ഈ ഗാനം ഇന്നും നമ്മെ അനുഭൂതിയിൽ ആറാടിക്കുന്നു. 1000 പാദസരങ്ങൾ കിലുക്കി അകലേക്ക് അകാലത്തിലച്ഛൻ, തിരികെ എത്താത്തൊരാ യാത്രയ്ക്കു പോയതോ രണധീരസ്മരണതൻ നാളിൽ. 1000 പാദസരങ്ങൾ കിലുക്കിയിട്ടകലേക്കകാലത്തിലച്ഛൻ, തിരികെ എത്താത്തൊരാ യാത്രയ്ക്കു പോയതോ രണധീരസ്മരണതൻ നാളിൽ എന്ന് കണ്ണുനീർത്തുള്ളിയിൽ എന്ന കവിതയിൽ വയലാറിൻ്റെ മകൻ ശരത്ചന്ദ്രവർമ്മ അച്ഛനെ ഓർക്കുന്നുണ്ട്. മലയാള മനസ്സിലെന്നും 1000 പാദസരങ്ങൾ കിലുക്കുന്ന വയലാർ എന്ന ഗാനഗന്ധർവൻ ധീരസ്മരണകളോടെ മങ്ങാതെ മായാതെ ഇന്നും പ്രകാശം ചൊരിയുന്ന കാവ്യതേജസ്സാണ് ഇന്നും വയലാർ. നന്ദി, നമസ്കാരം. ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ശ്രാവണ ചന്ദ്രിക പൂച്ചു
കവിത വിരിഞ്ഞു. വന്നു കണ്ടു കീഴടക്കി എന്നെ കേളി പുഷ്പമാക്കി. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. വന്നു കണ്ടു കീഴടക്കി എന്നെ കേളി പുഷ്പമാക്കി. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. പത്മതീർത്ഥമേലുണരു മാനസ പത്മതീർത്ഥമേലുണരു അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ ആർഘ്യം നൽകൂ. ഗന്ധർവസ്വരഗംഗയൊഴുക്കൂ ഗായത്രികൾ പാടൂ. സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. പ്രഭാതകിരണം നെറ്റിയിലണിയും പ്രാസാദങ്ങളിൽ തുള്ളി സഹസ്രനാമം കേട്ടുമയങ്ങും സാളഗ്രാമങ്ങൾ അടിമ കിടത്തിയ ഭാരത പൗരൻ ഉണരാൻ പുതിയൊരു പുരുഷാർത്ഥത്തിനെയാക പുരകളിൽ വെച്ചു. പ്രപഞ്ചസത്യം
കൃപയിൽ കരിയും ബ്രഹ്മസ്വങ്ങൾക്കുള്ളിൽ ദ്രവിച്ച പൂണോ ചുറ്റി മരിക്കും ധർമാധർമ്മങ്ങൾ ചിറകുമുളച്ചൊരു ഭാരത ജീവിതമുണരാ പ്രകൃതി ചുമരുകളോളം സർഗ പ്രതിഭ പറന്നു നടക്കാൻ പത്മതീർത്ഥമേ ഉണരു മാനസ പത്മതീർത്ഥമേ ഉണരു അഗ്നിരഥത്തിലുദിക്കുമുഷസിനാർഘ്യം നൽകൂ ഗന്ധർവസ്വര ഗംഗയൊഴുക്കൂ ഗായത്രികൾ പാടൂ ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി ആയിരമായിരം മാനവ ഹൃദയങ്ങൾ ആയുധപുരകളായി ദൈവം തെരുവിൽ മരിക്കുന്നു ചെകുത്താൻ ചിരിക്കുന്നു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു
തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളെ ദേവദാസിയെ, മറക്കൂ മറക്കൂ. ആയിരമായിരവന്തപുരങ്ങളിൽ ആരാധിച്ചവൾ ഞാൻ, നിങ്ങളെ ആരാധിച്ചവൾ ഞാൻ. നിങ്ങളൊരിക്കൽ ചൂടിയെറിഞ്ഞൊരു നിശാഗന്ധിയാണു ഞാൻ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളെ ദേവദാസിയെ, മറക്കൂ മറക്കൂ. കർപ്പൂരനാളമായി നിങ്ങൾ തൻ മുൻപിൽ കത്തിയെരിഞ്ഞവൾ ഞാൻ, ഒരു നാൾ കത്തിയെരിഞ്ഞവൾ ഞാൻ. കണ്ണീരിൽ മുങ്ങിയ തുളസി കതിരാൽ കാൽക്കൽ വീണവൾ ഞാൻ, കാൽക്കൽ വീണവൾ ഞാൻ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ
ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണണം. മായിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മാണിക്കുഴലൂതിക്കൊണ്ടും കാണണം. മായിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മാണിക്കുഴലൂതിക്കൊണ്ടും കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണണം. വാഗചാർത്തു കാണിയുമ്പോൾ വാസനപ്പൂവാണിയുമ്പോൾ ഗോപികമാർ കോപിക്കുന്നോരുടൽ കാണണം. വാഗചാർത്തു കാണിയുമ്പോൾ വാസനപ്പൂവാണിയുമ്പോൾ ഗോപികമാർ കോപിക്കുന്നോരുടൽ കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണണം. ആഗതിയാമാടി എൻ്റെ ആശ്രുവീണു കുതിർന്നോരെ ആവിൽ പൊതി കൈക്കൊള്ളുവാൻ കാണണം. ആഗതിയാമാടി എൻ്റെ ആശ്രുവീണു കുതിർന്നോരെ ആവിൽ പൊതി കൈക്കൊള്ളുവാൻ കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കൊടിയിലെ മാണിക്യപ്പൈകിളി മാനം പറക്കുന്ന വാനം പാടി സ്നേഹിച്ചു ഓരോ വാനം പാടി
വയലാറിൻ്റെ രാജഹംസം. കയ്യിലൊരിന്ദ്ര ധനുസ്സുമായി കാറ്റത്തു പെയ്യുവാൻ നിന്ന തുലാവർഷമേഘമേ, കമ്രനക്ഷത്രരചനയിൽ ഇന്നലെ കണ്ടുവോ നീ എൻ്റെ രാജഹംസത്തിനെ? മൂകത നീലത്തിരശീല വീഴ്ത്തിയ ശോകാന്ത ജീവിത നാടകവേദിയിൽ ഇപ്രപഞ്ചത്തിൻ മനോരാജ്യ സന്ദേശശില്പവുമായി വന്ന രാജഹംസത്തിനെ, ഈറൻമിഴിയും നനഞ്ഞ ചിറകുമായി ഈ വഴിയേ വന്ന രാജഹംസത്തിനെ, കണ്ണിനു മുന്നിൽ ചിതാധൂമപാളി പോൽ വന്നു നിൽക്കുന്ന തമോമയ രൂപമേ, മോഹമാത്മാവിൻ വലങ്കയിൽ നൽകിയ ദാഹജലക്കുമ്പിൾ തട്ടിപ്പറിച്ചു നീ. നാടകം തീർന്നില്ല, അവസാന രംഗവും കൂടിയുണ്ട്. എങ്ങ് പോയി നായകൻ? ഒന്നിച്ചു ഞങ്ങളരങ്ങത്തു വന്നതാണ്, ഒന്നിച്ചു ഞങ്ങളരങ്ങത്തു വന്നതാണ്. ഒന്നും പറയാതെ എങ്ങ് പോയി നായകൻ? രംഗം തുടങ്ങണം അസ്വസ്ഥ ചിത്തരായി, തങ്ങളിൽ നോക്കുന്നു കാണികൾ. ആരോ യവനിക വീണ്ടും ഉയർത്തി, ഞാൻ ആരംഗവേദിയിൽ നിശ്ചലം നിന്നുപോയി. ഒറ്റയ്ക്കൊരിടത്തിരുന്നു മനസ്സിൻ്റെ കുത്തും ഞൊറിയും അഴിച്ചു കെട്ടിയിടണം. കയ്പ് കുടിച്ചു മയങ്ങിക്കിടക്കുമെൻ സ്വപ്നങ്ങളെ കണ്ടു പൊട്ടിക്കരയണം. എന്നിലെ തീക്കനലൂതിപ്പിടിപ്പിച്ച് ചന്ദനപ്പട്ടടയ്ക്കഗ്നി കൊളുത്തണം. സ്നേഹം മരിച്ചു കിടക്കുമെൻ കൂട്ടിലേക്ക് ആഹാ മടങ്ങിത്തിരിക്കുകയില്ല ഞാൻ. ഒന്നുമെന്നോടിന്ന് ചോദിക്കരുതാരും, ഒന്നുമെന്നോടിന്ന് ചോദിക്കരുതാരും. എന്നെ വിളിക്കരുത്, ആകെ തളർന്നു ഞാൻ. കണ്ണീരിൽ മാത്രമലിഞ്ഞു തീരാൻ നിൽക്കും എന്നിലെ മൗനം എറിഞ്ഞുടയ്ക്കില്ല ഞാൻ. കയ്യിൽ പിടയുമെന്നാത്മാവുമായി വന്നു കൺമുന്നിൽ നിൽക്കും തമോമയ രൂപമേ. എന്നെ ഞാൻ നൽകാം, എനിക്കു തിരിച്ചു നീ എന്നുകൊണ്ടെത്തരും വിക്രമൻ ചേട്ടനെ. എന്നെ ഞാൻ നൽകാം, എനിക്കു തിരിച്ചു നീ എന്നുകൊണ്ടെത്തരും വിക്രമൻ ചേട്ടനെ. നന്ദി. കായാ
ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിലും നിരവധിയോളങ്ങൾ ശ്രുതിച്ചു. നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിലും നിരവധിയോളങ്ങൾ ശ്രുതിച്ചു. നിന്മനോരാജ്യത്തെ നീലക്കടമ്പിൽ നീ നിന്മനോരാജ്യത്തെ നീലക്കടമ്പിൽ നീ എന്റെ കളിത്തോണി എത്തിയിട്ടു. എന്റെ കളിത്തോണി എത്തിയിട്ടു. സഖി എത്തിയിട്ടു. കണ്ണിടരും കമലദളം കവിളിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നാലിപ്പഴം പൊഴിയും. പൊന്നരഞ്ഞാണം ഭൂമിക്ക് ചാർത്തും പുഴയുടെ കാന്ത പുളിനത്തിൽ. പൊന്നരഞ്ഞാണം ഭൂമിക്ക് ചാർത്തും പുഴയുടെ കാന്ത പുളിനത്തിൽ. നിമൃദു സ്നേഹത്തിനിന്ദ്രജാലം കണ്ടു. നിമൃദു സ്നേഹത്തിനിന്ദ്രജാലം കണ്ടു. നിത്യവിസ്മയവുമായി ഞാനിറങ്ങി. നിത്യവിസ്മയവുമായി ഞാനിറങ്ങി. സഖി ഞാനിറങ്ങി. കണ്ണിടരും കമലദളം കവിളിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നാലിപ്പഴം പൊഴിയും.
സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി വാടി വീഴും പൂവുകളിൽ തുയിലുണർത്തും സ്വാമി വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി വിഷ്ണുവും നീ ശിവനും നീ ശ്രീമുരുകനും നീ പരാശക്തിയും നീ ബുദ്ധനും നീ അയ്യപ്പ സ്വാമി വിഷ്ണുവും നീ ശിവനും നീ ശ്രീമുരുകനും നീ പരാശക്തിയും നീ ബുദ്ധനും നീ അയ്യപ്പ സ്വാമി കാലവും നീ പ്രകൃതിയും നീ കാരണവും നീ എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേ അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ എൻ്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ എൻ്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ ആറ്റുനോറ്റു ഞങ്ങൾ വരും നിൻ തിരുനടയിൽ എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേ അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം കാറ്റിൽ
കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ, കുളിക്കാൻ പനനീർച്ചോല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ, കുളിക്കാൻ പനിനീർച്ചോല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല. ഉത്രാട സന്ധ്യ ഉണർന്നതിനാലോ, ഉദ്യാന പാലകൻ വന്നതിനാലോ, ഉത്രാട സന്ധ്യ ഉണർന്നതിനാലോ, ഉദ്യാന പാലകൻ വന്നതിനാലോ, ആഘാത ചൂടനീരാഗപരാഗം ആകെ തളിർപ്പുനിയോ മാസം. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ, കുളിക്കാൻ പനിനീർച്ചോല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല. നാടൻ പാട്ടിലെ മൈന, നാടോടി പാട്ടിലെ മൈന, നാടൻ പാട്ടിലെ മൈന, നാരായണത്തിലെ മൈന, ഈ കണ്ണീർ പന്തലിനുള്ളിൽ കണ്ടാലോ, കൂടെ വന്നാലോ. ഓ നാടൻ പാട്ടിലെ മൈന, നാടോടി പാട്ടിലെ മൈന, ഈ കണ്ണീർ പന്തലിനുള്ളിൽ കണ്ടാലോ, കൂടെ വന്നാലോ. ഓ നാടൻ പാട്ടിലെ മൈന.
മാനസ സരസുകളുണ്ടോ ഈ നിത്യഹരിതയ ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ സ്വപ്നങ്ങളുണ്ടോ പുഷ്പങ്ങളുണ്ടോ സ്വർണ്ണമരാളങ്ങളുണ്ടോ വസുന്ധരേ വസുന്ധരേ മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ ആഹാ 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 ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി സുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ ഈ വന്ന സുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ സന്ധ്യകളുണ്ടോ ചന്ദ്രികയുണ്ടോ ഗന്ധർവഗീതമുണ്ടോ വസുന്ധരേ വസുന്ധരേ കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ ആഹാ 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 ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം. ഞാൻ ഹിമ PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിവിടെ ആലപിക്കുന്നത് ശ്രീ വയലാർ രാമവർമ്മയുടെ അശ്വമേധം എന്ന കവിതയാണ്. ആരൊരാളിൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനിൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടു ശിരസ്സുയർത്തി പായും എൻ കുതിരയെ ചെമ്പൻ കുതിരയെ. എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ടു വെട്ടി നേടിയതാണതിൻ സിദ്ധികൾ. മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം.
കോടി കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വച്ചെന്റെ പിതാമഹൻ കണ്ടതാണി കുതിരയെ കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണാ കുളമ്പുകൾ. ദൃപ്തരാഷ്ട്ര പ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ. അക്കുളമ്പടിയേറ്റേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ. അക്കുളമ്പടിയേറ്റേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും. യുഗകൽപ്പനയുടെ
തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ അഴലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോൾ അഴലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോൾ തൊഴുകൈ കുടഞ്ഞിട്ട് ആത്മാവിലിത്തിരി തീർത്ഥജലം തരുമോ തീർത്ഥജലം തരുമോ തൊഴുകൈ കുടഞ്ഞിട്ട് ആത്മാവിലിത്തിരി തീർത്ഥജലം തരുമോ തീർത്ഥജലം തരുമോ തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ ചിറകടിച്ചിൽ കൂട് തകരും നേരം ജീവജലം തരുമോ ജീവജലം തരുമോ ചിറകടിച്ചിൽ കൂട് തകരും നേരം ജീവജലം തരുമോ ജീവജലം തരുമോ തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ ദാഹജലം തരുമോ വയലാറിന്റെ സർഗ സംഗീതം. അരണ്യാന്തരക പുരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദര ശ്യാമ മനോഭിരാമ പുളിനോപന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഇപ്രപഞ്ച പരിണാമോത്പിന്ന സർഗക്രിയ സാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യനൻ ദർശനം. ആ മണ്ണത്തകളാറ്റുനോറ്റ മധുര സ്വപ്നങ്ങളിൽ ജീവിത പ്രേമം പാടിയ സാമഗാനലഹരീ ഹർഷാഞ്ജിതാത്മാക്കളായി മന്വന്തര ഭാവശില്പികൾ എനിക്കെന്നേക്കുമായി തന്നതാണ് ഓവൽ കാർത്തിക നെയ്വിളക്കിരിയുനീ ഏകാ
ശാന്തയാകാശ്രമം നാദം ശൂന്യതയിങ്കൽ ആദ്യമൃതം വർഷിച്ച നാളിൽ ഗതോന്മാദം വിശ്വപതാർത്ഥശാല ഒരിടത്തൊന്നായി തുടിച്ചിടവേ ആദാഹിച്ചു വിടർന്ന ജീവകലികാജാലങ്ങളിൽ കാലമേ നീ ദർശിച്ച രസാനുഭൂതി പകരൂ മൽപ്പനപാത്രങ്ങളിൽ. ഓരോ ജീവകലത്തിനുള്ളിലുണർന്നുദ്ദീപ്തമായി ധർമ്മ സംസ്കാരോപാസക ശക്തിയായി ചിരതപസങ്കൽപ്പ സങ്കേതമായി ഓരോ മാസ്മരലോകമുണ്ട്. അതിലെനിക്കെന്നന്തരാത്മാവിലെ തേരോടിക്കണം എന്റെ കാവ്യകലയെ കൊണ്ടാകുവോളം വരെ. വാളല്ലൻ സമരായുധം ജനജനധ്വാനം മുഴക്കിയിടുവാനാളല്ല എൻ കരാള് വിറ്റ് ഒരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ. താളം രാഗലയ ശ്രുതിസ്വരം ഇവയ്ക്കല്ലാതെ ഒന്നിനുമിന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകയില്ല എൻ പ്രേമതീർത്ഥങ്ങളിൽ. ഓണക്കോടിലൊറിഞ്ഞുകൊടുത്തു കമുകിൻ പൊൻപൂങ്കുലച്ചാർത്തുമായി പ്രാണപ്രേയസി കാവ്യകന്യ കവിളത്തൊന്നും വച്ചിടവേ വീണക്കമ്പികൾ നീട്ടി മാനവ മനോരാജ്യങ്ങളിൽ ചെന്നു ഞാൻ. നാണത്തിന്റെ കിളുന്നുകൾക്കു നിറയെ പാദസരം നൽകുവാൻ കാടത്തത്ത മനസ്സിലിട്ട കവിയായി മാറ്റുന്ന ആത്മീകമുണ്ടോടപ്പുഴു കുഴലിന്റെ ഗീത എഴുതി സൂക്ഷിച്ച പൊന്നോലയും കോടക്കാർ നിലകൊണ്ടുവന്ന മനുജാത്മാവിന്റെ കണ്ണീരുമായി മൂടൽ മഞ്ഞിൽ മയങ്ങുമെന്നും ഇവിടെ പൂക്കും വനജോത്സ്നകൾ. ഞാനീ ജാലകവാതിലിൽ ചെറുമുളം തണ്ടിൽ ഞൊറിഞ്ഞിട്ടതാണ് ഈ നീലത്തുകിൽ ശരതെന്തു കലയെ പാട ചാർത്തിക്കുവാൻ. നിത്യം ചിറകിട്ടടിച്ചു ചിതറിക്കീറി പറപ്പിച്ചുവോ ഞാനീ സർഗതപസമാധിയിൽ ഇരിക്കുമ്പോൾ കൊടും കാറ്റുകൾ കോടക്കാറ്റിലണിഞ്ഞുലഞ്ഞ കിടയും ചിക്കിക്കിടന്നിടുമക്കാടങ്ങിങ്ങും ചവച്ചെറിഞ്ഞ തളിരും പൂവും പിടഞ്ഞിടവേ നടന്ത പ്രഹരങ്ങളേറ്റു കിടിലം കൊള്ളുകേ മുലപ്പാലുമായി പടം നീന്തി വരുന്ന പൗർണമി നിനക്കാവട്ടെ ഗീതാഞ്ജലി. പാടം നീന്തി വരുന്ന പൗർണമി നിനക്കാവട്ടെ ഗീതാഞ്ജലി. നന്ദി. പ്രിയരെ, വയലാറിന്റെ കാവ്യജീവിതം പോലെ സുന്ദരവും സർഗാത്മകവുമായി മാറിയ പാനൂർ ഉപജില്ലാതല വയലാർ അനുസ്മരണ സന്ധ്യയിൽ നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. അത്യാകർഷകമായ ശബ്ദ സൗകുമാര്യത്തോടെ ഒരുപാട് നാടക ഗാനങ്ങളെയും സിനിമാ ഗാനങ്ങളെയും കവിതകളെയും കോർത്തിണക്കിക്കൊണ്ട് അരമണിക്കൂറിലധികം നേരം നമ്മുടെ വേദിയിൽ അതിമനോഹരമായ ഒരു സർഗാത്മക പ്രഭാഷണം നടത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ VK സുരേഷ് ബാബു മാഷിനെ തന്നെയാണ് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത്. കല്യാണ സൗഗന്ധികത്തിലെ ഹനുമാന്റെ വാക്കുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ള വാക്കുകളുടെ അനർഗള പ്രവാഹം SP-യുടെ ആദ്യ മലയാള ഗാന രചന നിർവഹിച്ച വയലാറിന്റെ ഈ കടലും മറുകടലും എന്ന ഗാനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വയലാറിന്റെ ഏറ്റവും ശ്രദ്ധേയമായ അവാർഡ് ലഭിച്ച സൃഷ്ടിയായ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം, ഇവയെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള
അതിമനോഹരമായ പ്രഭാഷണം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ഹൃദ്യമായ രീതിയിൽ നമ്മൾ ആസ്വദിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയാണ്. ഈ പ്രൗഢമായ സദസ്സിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ CK സുനിൽകുമാർ സാർ അവർകളാണ്. സുനിൽകുമാർ സാർ വിദ്യാഭ്യാസ മേഖലയിൽ പാഠ്യേതര രംഗത്ത് നടത്തുന്ന ഇടപെടൽ ജില്ലയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായതാണ്. അദ്ദേഹം ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചു. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഡയറ്റ് ഫാക്കൽറ്റി, നമ്മുടെ പാനൂർ ഉപജില്ലയുടെ ചുമതലയുള്ള നമ്മുടെ ഉപജില്ലയിലെ വിവിധ പരിപാടികളിൽ ശ്രദ്ധേയമായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ശ്രീ പ്രദീപ് കുമാർ സർ, അതുപോലെ നമ്മുടെ BPC കവി അബ്ദുൾ മുനീർ സാർ, അതുപോലെ വിദ്യാരംഗത്തിന്റെ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള സുന്ദരേശൻ തളത്തിൽ എന്റെ സുഹൃത്തു കൂടിയാണ്. അതുപോലെ സ്വാഗതം ആശംസിച്ച നമ്മുടെ വിദ്യാരംഗത്തിന്റെ ഉപജില്ലാതല കൺവീനറായിട്ടുള്ള KM സുനലൻ മാഷ്, ഈ പരിപാടിയിൽ ഇത്ര നേരവും നമ്മളോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ, പ്രിയ വിദ്യാർത്ഥികൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഒപ്പം ഈ ചടങ്ങിന് ശേഷം ഗാനാഞ്ജലിയിൽ പങ്കെടുക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന